ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളിയുണ്ടോ? ഒപ്പം വിവാദങ്ങളും ഉണ്ടാകും എന്നതാണ് അവസ്ഥ. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ടീം പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. എന്നാൽ സഞ്ജുവിനെ മനഃപൂർവ്വം തഴയുന്നു, ഒഴിവാക്കുന്നു എന്നൊക്കെയുള്ള വാദഗതികളാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്നത്. ഏതായാലും ഏകദിന ഫോർമാറ്റിൽ അധികം മത്സരങ്ങൾ കളിച്ചിട്ടില്ലാത്ത സഞ്ജുവിന് നിലവിൽ T20 മത്സരങ്ങളിൽ മികച്ച പ്രകടനവുമായി സ്ഥിരം സാന്നിധ്യമാകാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വിവാദങ്ങളും പുകയുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താത്തതിന് കാരണം KCA ആണെന്ന ആരോപണവുമായി ശശി തരൂർ MP എത്തിയിരുന്നു. വിജയ് ഹസാരയിൽ നിന്ന് KCA ഉൾപ്പെടുത്താതിരുന്നതാണ് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താകാനുള്ള കാരണമെന്നാണ് തരൂറിന്റെ വാദം. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് KCA രംഗത്ത് വരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ശശി തരൂറിന്റെ വാദങ്ങൾ തള്ളുക മാത്രമല്ല, സഞ്ജു സാംസനെ കടന്നാക്രമിക്കാൻ കൂടിയാണ് KCA ഭാരവാഹികൾ ഈ അവസരം ഉപയോഗിച്ചത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്ക് ശേഷമായിരുന്നു വിജയ് ഹസാരയ്ക്കായുള്ള ക്യാമ്പ് ആരംഭിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം സഞ്ജു രേഖാമൂലം തന്നെ KCA അറിയിച്ചിരുന്നതാണ്. എന്നാൽ വിജയ് ഹസാര ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് KCAയുടെ ഈഗോ കൊണ്ടാണെന്നാണ് തരൂർ പറയുന്നത്. ഇതിന് മറുപടി കൊടുക്കുന്ന വേളയിൽ സഞ്ജുവിനെതിരെയാണ് KCA വിമർശിച്ചത്. കാരണം കാണിക്കാതെയാണ് സഞ്ജു മാറി നിന്നതെന്നും അച്ചടക്ക നടപടിയെടുക്കേണ്ട സമീപനമാണ് ഇതെന്നുമാണ് KCA തുറന്നടിച്ചത്. രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെയുള്ള മത്സരത്തിനു ശേഷം മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞ് സഞ്ജു ഇറങ്ങിപ്പോയതായാണ് KCA ആരോപിക്കുന്നത്. അച്ചടക്ക നടപടി എടുക്കാത്തത് സഞ്ജുവിന്റെ കരിയർ ഓർത്തിട്ടാണെന്നും ഭാരവാഹികൾ കടുത്ത മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ എല്ലാത്തിനും കാരണം KCA ആണെന്നാണ് സഞ്ജുവിന്റെ ആരാധകരുടെ പക്ഷം. ഒരു വിഭാഗം ആരാധകർ അസോസിയേഷനെതിരെയും രംഗത്ത് വരുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. ഏതായാലും ആഭ്യന്തര മത്സരങ്ങൾ ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അത് ഒഴിവാക്കിയതാണോ മാറ്റി നിർത്തിയതാണോ അതിന്റെ കാരണമെന്ത് എന്ന് തുടങ്ങിയ ചർച്ചകൾ സഞ്ജുവിന്റെ കരിയറിനെയും ഭാവിയെയും ബാധിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.